നമസ്കാരം. സന്നിധാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാതാപിതാക്കളെ കുട്ടസഞ്ചിയിലാക്കി തോളിലെടുത്ത് തീർത്ഥാടനത്തിന് കൊണ്ടുപോയ രാമായണത്തിലെ ശ്രവണകുമാരന്റെ കഥയെ ഓർമ്മിപ്പിക്കുന്നു ഗോവിന്ദറാവുവിന്റെ ശബരിമല യാത്ര. ജന്മന കൈകാലുകളില്ലാത്ത ഗോവിന്ദനെ 25-ാം വയസ്സിൽ കൂട്ടുകാർ അയ്യപ്പ സന്നിധിയിലെത്തിച്ചത് കഴുതലിന്റെ തൊട്ടിൽ ചുമന്ന്. മരക്കൊമ്പ് കൊണ്ട് തൊട്ടിലുണ്ടാക്കി ഗോവിന്ദനെ അതിൽ കിടത്തി നീലിമലയും അപ്പാച്ചിമേടും ഇവർ തോളിൽ ചുമന്ന് കയറ്റി. അവർക്ക് പാദബലവും കായബലവുമായത് അയ്യപ്പൻ. മാമലകൾ കയറിയെത്തി ശബരീശനെ കണ്ടു തൊഴുത ഗോവിന്ദറാവുവിന് ജന്മസാഫല്യം. പുണ്യ നിമിഷം. അയ്യനെ കണ്ടതും എല്ലാ നഷ്ടബോധവും ഇല്ലാതായി. ജീവിതം ധന്യമായി. ഇത് അയ്യപ്പന്റെ അനുഗ്രഹമെന്ന് ഗോവിന്ദറാവു നിറകണ്ണുകളോടെ പറഞ്ഞു. ആന്ധ്രാപ്രദേശ് വിജയനഗരം ജില്ലയിലെ ദമലസിംഗി ഗ്രാമം സ്വദേശിയാണ് ഗോവിന്ദറാവു. കർഷകനായ അപ്പാറാവുവിന്റെയും നാരായണ അമ്മയുടെയും മകൻ. 90% അംഗപരിമിതൻ. ചക്രപലകയിലാണ് സഞ്ചാരം. ശ്രീഹര കോളേജിൽ നിന്ന് ബിരുദം നേടി. പരിമിതികളിൽ ആശങ്കപ്പെടാതിരിക്കാൻ കുഞ്ഞുനാൾ മുതൽ അയ്യപ്പ ഭക്തി തുണച്ചുവെന്ന് ഗോവിന്ദറാവു പറയുന്നു. ഗ്രാമത്തിൽ നിന്ന് എല്ലാ കൊല്ലവും വലിയ സംഘം ശബരിമലയിൽ പോകുന്നത് പതിവാണ്. എന്തെങ്കിലും ഒരിക്കൽ ശബരിമലയിലെത്തി അയ്യപ്പനെ കാണണമെന്നതായിരുന്നു വലിയ സ്വപ്നം. എന്നാൽ കാടിനുള്ളിൽ മലമുകളിൽ പുണ്യക്ഷേത്രത്തിൽ എങ്ങനെ എത്തുമെന്ന് നിശ്ചയമില്ലായിരുന്നു. ഇത്തവണ സഹോദരൻ സന്തോഷ്, സുഹൃത്തുക്കളായ പവൻകുമാർ, സിദ്ധു, വാസു, സന്യാസി റാവു എന്നിവർ ഗോവിന്ദറാവുവിനെയും കൂട്ടി ശബരിമലയ്ക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. എല്ലാവരും കന്നി അയ്യപ്പന്മാർ. അവിടെ നിന്ന് മറ്റുള്ള സ്വാമിമാരോടൊപ്പം വാഹനത്തിൽ പുറപ്പെട്ടു. ഞായറാഴ്ച രാത്രി പമ്പയിലെത്തി. തിങ്കളാഴ്ച വൈകിട്ട് 4 പേരും മാറി മാറി തൊട്ടിൽ ചുമന്ന് സന്നിധാനത്തെത്തി. മറ്റുള്ള സ്വാമിമാർ ഇവർക്ക് വഴിയൊരുക്കി. 18-ാം പടിയിലെ ഓരോ പടിയും തൊട്ടു തൊഴാൻ ഗോവിന്ദറാവുവിനെ പോലീസുകാർ സഹായിച്ചു. തുടർന്ന് തൊട്ടിലിൽ കിടന്നു തന്നെ അയ്യപ്പ ദർശനം. അങ്ങനെ നിരുപമ ഭാഗ്യവുമായി ഗോവിന്ദറാവു മലയിറങ്ങി വീണ്ടും മണികണ്ഠ ദർശനത്തിനെത്തണമെന്ന പ്രതീക്ഷയോടെ. അതേസമയം ശബരിമലയിലെത്തുന്ന ഭക്തരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. മണ്ഡലപൂജയോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും തങ്ക അങ്കി ഘോഷയാത്രയുടെ ഭാഗമായിട്ടും കനത്ത നിയന്ത്രണമാണ് ശബരിമലയിൽ ഒരുക്കിയിട്ടുള്ളത്. ശബരിമല സന്നിധാനത്തെ ദർശനത്തിനെത്തിയ ഭക്തരുടെ എണ്ണം കഴിഞ്ഞ ദിവസം 1 ലക്ഷം കഴിഞ്ഞിരുന്നു. 1,06,621 ഭക്തരാണ് തിങ്കളാഴ്ച ദർശനം നടത്തിയത്. സീസണിലെ റെക്കോർഡ് തിരക്കാണിത്. സ്പോട്ട് ബുക്കിംഗ് വഴി 22,769 പേരും പുൽമേട് വഴി 5,175 പേരുമാണ് എത്തിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 4,45,908 പേർ കൂടുതൽ എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്.